ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അവളെ സപ്പോർട്ട് ചെയ്യുന്ന കുടുംബമാണ്. ആ കുടുംബത്തിൽ തൻ്റെ സ്വന്തം ഭർത്താവ് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആ സ്ത്രീയുടെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എങ്കിൽ അവളുടെ ജീവിതം മറ്റാരുടെ ജീവിതത്തെക്കാളും മനോഹരമാകും. എസ് ജാനകിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എസ് ജാനകിയെ പിന്തുണച്ചത് അവരുടെ ഭർത്താവായിരുന്ന പ്രസാദ് തന്നെയാണ്. നമുക്കറിയാം, പലപ്പോഴും എസ് ജാനകി അമ്മയെ കാണുമ്പോൾ തന്നെ അമ്മയുടെ മുഖത്തെ ആ വലിയ പൊട്ട്, അതാണ് നമ്മളെ എല്ലാവരെയും ആകർഷിക്കുന്നത്. എന്നാൽ ആ പൊട്ട് മാഞ്ഞത് എപ്പോഴാണ്? സ്വന്തം ഭർത്താവ് പ്രസാദ് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ആ പൊട്ട് ജാനകി അമ്മ ഉപേക്ഷിച്ചത്. ഒരുപാട് പേർ ജാനകി അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അതിലേറ്റവും ഹൃദയസ്പർശിയായി തോന്നിയ ജാനകി അമ്മയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുറിപ്പ്, അത്തരമൊരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി സാറാണ്. ആ കുറിപ്പ് വായിക്കാം. പ്രായമാകുമ്പോൾ എല്ലാവരും മരിക്കും, പക്ഷേ ചില മരണങ്ങൾ അത് നമുക്ക് വേദനയുണ്ടാക്കും. അത്തരമൊരു വിടവാങ്ങലാണ് ജാനകി അമ്മയുടേതെന്ന് ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി. ജാനകിയുടെ മരണവാർത്ത അറിഞ്ഞ ഉടൻ വാർത്താ ചാനലുകളോട് പ്രതികരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞത്. ജാനകിയമ്മ എനിക്കെൻ്റെ മൂത്ത ചേച്ചിയെ പോലെയാണ്. ഞാൻ എഴുതിയ ആദ്യ സിനിമാ ഗാനം പാടിയത് യേശുദാസും ജാനകിയമ്മയും ചേർന്നാണ്. താമരത്തോണിയിൽ താലോലമാടി എന്ന ഗാനമായിരുന്നു അത് സൂപ്പർ ഹിറ്റായി. അന്ന് ജാനകിയമ്മ സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ അവരെ ഒരു നോക്ക് കാണാൻ സ്റ്റുഡിയോയുടെ ടെറസിൽ പോയി നിന്നത് ഇന്നും ഓർക്കുന്നു. ആദ്യമായി സിനിമയിൽ പാട്ടെഴുതിയ ഒരാളുടെ കൗതുകം. ചന്ദ്രകാന്തം എന്ന പേരിൽ ഞാൻ സംവിധാനം ചെയ്ത സിനിമയിൽ ഞാൻ തന്നെ എഴുതിയ ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാൻ ഒരു ആവണിത്തന്നലായി മാറി. ഈ ഗാനത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു. എത്രമാത്രം വലിയ ഗായികയാണവർ. സരിഗമ പഠിച്ചിട്ടില്ല, അതായത് ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ല. ഒരിക്കൽ ഒരു ഗാനം ഏത് രാഗമാണ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് രാഗമൊന്നും തരിയില്ലേ എന്ന് പറഞ്ഞു അവർ. എനിക്കത് വിശ്വസിക്കാനായില്ല, പക്ഷെ അത് വാസ്തവമായിരുന്നു, ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. സുബ്ബയ്യ നായിഡു കൊഞ്ചും ചിലങ്ക എന്ന തമിഴ് സിനിമയിൽ പീലിയിലെ പാടാൻ വരുത്തിയത് ഓർക്കുന്നു. ആ ഗാനത്തിന് നാദസ്വരം വായിച്ചത് കാരക്കുടി അരുണാചലമാണ്. നാദസ്വരത്തിന്റെ ഈണത്തിനൊപ്പിച്ചാണ് ഗാനം പാടേണ്ടത്. പീലീല എത്ര ശ്രമിച്ചിട്ടും ശരിയായില്ല. അപ്പോഴാണ് പീലീല ഒരു കാര്യം പറഞ്ഞത്. ആന്ധ്രയിൽ ഒരു കൊച്ചുകുട്ടി വന്നിട്ടുണ്ട്, നന്നായി പാടും, ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്ന്. അങ്ങനെ ജാനകി പാടാനെത്തി. കൊഞ്ചും ചിലങ്ക എന്ന സിനിമയിൽ ശൃംഗാരവേല എന്ന് തുടങ്ങുന്ന ഗാനം തമിഴ്നാട്ടിൽ വൻ ഹിറ്റായി. അതോടെ ജാനകിയുടെ യുഗം പിറന്നു. ഒരു കാലഘട്ടത്തിൽ കന്നഡയിൽ പിന്നണി ഗാനരംഗത്ത് ജാനകി മാത്രമായി മാറിയ ഒരു കാലമുണ്ടായിരുന്നു. അവർ ഒരു അവതാരമായിരുന്നു, മികച്ച സംഗീതജ്ഞയാണ്. പത്മഭൂഷൺ കൊടുത്തപ്പോൾ എനിക്ക് പത്മഭൂഷൺ വേണ്ട, ഭാരതരത്നം മതി എന്ന് പറഞ്ഞ ഗായികയാണ് അവർ. കാരണം ആശാ ഭോസ്ലയ്ക്ക് ഭാരതരത്ന കൊടുത്തിരുന്നു. അതായിരുന്നു ജാനകിയുടെ നീരസത്തിന് കാരണമായത്. അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും അധികം പിന്തുണ നൽകിയ ഭർത്താവാണ് പ്രസാദ്. ഗാനം എന്ന സിനിമയിൽ ആലാപനം എന്ന ഗാനം ജാനകിയും യേശുദാസും ചേർന്നാണ് പാടേണ്ടത്. യേശുദാസ് നേരത്തെ എത്തി, ജാനകി സമയത്തിനെത്തിയില്ല. ഞാൻ സമയനിഷ്ഠമുള്ള ആളാണ്, അതറിയാവുന്നത് കൊണ്ട് ജാനകി ഓടിക്കിതച്ച് എത്തി. ഭക്ഷണം പോലും കഴിച്ചില്ല. യേശുദാസ് പാടിക്കൊണ്ടിരിക്കുകയാണ്, ജാനകിയും ചേർന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഭർത്താവ് പ്രസാദ് വന്നിട്ട് എന്നോട് ചോദിച്ചു, ക്ഷമിക്കൂ സാർ, ഞാൻ ഉള്ളിൽ പോയി അവർക്കല്പം കാപ്പി കൊടുക്കട്ടെ, അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല. എനിക്ക് വിഷമമായി. ശരി, നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരൂ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവർ ആ ഗാനം പാടിത്തീർത്ത ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ പോയത്. സംഗീതജ്ഞനായ എസ് ബാലമുരളീകൃഷ്ണയോടുള്ള ആദരം കാരണമാണ് മകന് മുരളി എന്ന് പേരിട്ടത്. മുരളി എന്തായിത്തീരണം എന്ന് ജാനകി ആഗ്രഹിച്ചോ, അതായി തീർന്നില്ല. ഭർത്താവ് പ്രസാദ് നേരത്തെ മരിച്ചു. പ്രസാദ് മരിച്ചപ്പോൾ തന്നെ ജാനകി അമ്മയുടെ പാതി ജീവൻ പോയി. അവരുടെ നെറ്റി അലങ്കരിച്ചിരുന്ന ജാനകിയുടെ ട്രേഡ് മാർക്കായിരുന്ന വലിയ ചുവന്ന പൊട്ടുമാനിത് അന്നു മുതലാണ്. നെറ്റിയിലെ ആ വലിയ പൊട്ട് അവരുടെ ജീവിതത്തിൽ എന്നേക്കുമായി മാഞ്ഞുപോയി. പിന്നീട് അവരുടെ മകൻ മുരളിയും മരിച്ചു. ജീവിതത്തിൽ ഒട്ടേറെ സുഖങ്ങൾ അനുഭവിച്ച സ്ത്രീയാണ് അവർ. വായിച്ചപ്പോൾ വളരെയധികം ജാനകി അമ്മയുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കുറിപ്പായി തോന്നി. ജാനകി അമ്മയ്ക്ക് ആദരങ്ങൾ, ആ പാട്ടുകൾക്ക് മുന്നിൽ പ്രണാമം. ന്യൂസ് ഡെസ്ക് കർമാനസ്.